നമസ്കാരം. മറ്റൊരു ചെറിയൊരു വീഡിയോ ആണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയിൽ മത്സ്യത്തിന്റെ, അതായത് നമ്മുടെ ജപ്പാനിലുള്ള റെഡ് സീബ്രീം, ജപ്പാൻ സീയിൽ ധാരാളമായിട്ട് കാണുന്ന ഒരു റെഡ് സീബ്രിന്റെ വായിൽ കാണുന്ന ഒരു പാരസൈറ്റിനെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പാരസൈറ്റ്, അതിന്റെ പേര് എന്തായിരുന്നു? സെറാറ്റോത്തോവ വെരിക്കുലോസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസ് ആണ് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് അതേപോലെ ഞാൻ ഇന്ന് മാർക്കറ്റിൽ നിന്ന് കുറച്ച് മത്സ്യങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സ്യം, അതായത് ഇത് ജാപ്പനീസ് ഹാഫ് ബീക്ക് എന്ന് പറയുന്ന ഒരു മത്സ്യമാണ്. ജാപ്പനീസ് ഹാഫ് ബീക്ക്, ഇതാണ് ആ മത്സ്യം. അപ്പം ഇത് ഏതാണ്ട് ഒരു 11 എണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം ഈ ഒരു മത്സ്യത്തിന്റെ വായിലും ഇതിന്റെ ചെകിളയില് ധാരാളമായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു മത്സ്യപരാതത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ജാപ്പനീസ് ഹാഫ് ബീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഹൈപ്പോറാംഫസ് സജോരി എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നാടുകളിലൊക്കെ കാണുന്നതാണ്. അത് ഈ സ്പീഷീസ് അല്ല, വേറൊരു സ്പീഷീസ് ആണ്. ഇതിന്റെ ഒരു കീഴ്ചുണ്ട് കുറച്ച് നീളം കൂടുതലുണ്ടാവും. മുകളിലത്തത്, അതായത് ഹാഫ് ബീക്ക് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു മേൽചുണ്ട് പകുതി മാത്രം, മറ്റേത് കീഴ്ചുണ്ട് കുറച്ച് നീളം കൂടുതലുള്ള ഒരു നീഡിൽ ഫിഷിന്റെ മറ്റൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. കോമൺ ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് നമുക്ക് ഒരു 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഒരു 8 എണ്ണത്തിലെങ്കിലും പാരസൈറ്റ് സാധാരണയായിട്ട് കാണാറുണ്ട്. അതൊരു മെയിൽ ഫീമെയിൽ പെയർ ആയിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു പെയറിനെ നമുക്കിന്ന് പരിചയപ്പെടാം. ഇതിന്റെ ചെകിളന്റെ ഇടയിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇവിടെ ഒരു മത്സ്യപരാതം ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ അതിന്റെ 2 സൈഡിലും ഉണ്ട്. അപ്പൊ നമുക്കതിനെ എത്ര ഫിഷിൽ ഈ പാരസൈറ്റ് ഉണ്ടെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ ഇതിന്റെ പേര് മോത്തോസിയ എന്ന് പറയുന്ന ഒരു ജനുസിൽ പെട്ടതാണ്. മോത്തോസിയ പർവോസ്റ്റസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് ജപ്പാൻ സീയിലുള്ള ഒരു ഫിഷാണ്. ഇതിന്റെ പാരസൈറ്റ് ലോഡ് വളരെ ധാരാളമായിട്ട് കാണുന്നുണ്ട്. ഒരു ഫിഷിൽ ഏതാണ്ട് 2 പാരസൈറ്റ് എന്നുള്ള രീതിയിൽ, ഒരു മെയിൽ ഒരു ഫീമെയിൽ, ആ രീതിയിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ്, എത്ര പാരസൈറ്റ് ഉണ്ടെന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. മൊത്തം നമുക്ക് 11 ഫിഷാണ് ഉണ്ടായത്. അപ്പം ഞാൻ അതിന്റെ ചെകിള ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ പാരസൈറ്റ് ഒന്നും കാണുന്നില്ല. അതിന്റെ 2 സൈഡും, ഇപ്പൊ ഇപ്പുറ സൈഡ് നോക്കിക്കഴിഞ്ഞാലും അവിടെ നമുക്ക് പാരസൈറ്റിനെ കാണാൻ വേണ്ടി കഴിയുന്നില്ല. അപ്പം ഈ രീതിയിലാണുള്ളത്. ഇപ്പൊ ഈ ഒരു ഫിഷില് പാരസൈറ്റ് ഒന്നുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ ഏതാണ്ട് മുഴുവൻ ഇപ്പൊ 11 ഫിഷ് ഉണ്ടായതില് ഇതിലും അതേപോലെ നമുക്ക് പാരസൈറ്റിനെ ഒന്നും കാണുന്നില്ല. ഇവിടെ ഇതിന്റെ 2 സൈഡ് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലും ഇല്ല. അപ്പൊ ഏതാണ്ട് 2, 4, 5 ഫിഷില് നമുക്ക് പാരസൈറ്റ് ഒന്നും ഇല്ലാത്തതിനെ ഞാൻ അങ്ങോട്ട് കട്ട് ചെയ്തതിനെ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഫിഷില് നമുക്ക് പാരസൈറ്റിനെ കൃത്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇപ്പൊ ഈ ഒരു ഫിഷ്, ഇതിന്റെ ഒരു സൈഡിൽ നമുക്ക് പാരസൈറ്റ് ഒന്നുമില്ല. അതേസമയം മറ്റേ സൈഡിൽ ഒരു പാരസൈറ്റ് ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നമുക്കത് കാണാം. അപ്പൊ ഞാൻ അതിനെ പുറത്തേക്ക് എടുക്കാം. അപ്പൊ ഇതിൽ ഒരു പാരസൈറ്റേ ഉള്ളൂ. സാധാരണയായിട്ട് ഒരു മെയിൽ ഒരു ഫീമെയിൽ പെയർ ആയിട്ടാണ് ഇതിനെ കാണുക. അപ്പൊ ഇതൊരു മെയില് ഫീമെയിൽ, ഒരു മെയില് മാത്രമാണ് ഒരു സൈഡിലുള്ളത്. ആ മെയില് ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അത് ഫീമെയിൽ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജാണ്. മെയില് ഫീമെയിൽ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജാണ്. ഇനി സാവകാശം അടുത്തൊരു സ്റ്റേജിൽ വേറെ ഏതെങ്കിലും ഒരു മെയില് അല്ലെങ്കിൽ ഒരു ലാർവ വന്ന് ഇതിൽ അറ്റാച്ച് ചെയ്ത്, അങ്ങനെയാണ് ഇതിന്റെ ലൈഫ് സൈക്കിൾ. അതായത് ഇത് ആണ് പെണ്ണായിട്ട് മാറുന്ന ഒരു ജീവി വർഗമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണമേ കിട്ടിയിട്ടുള്ളൂ. നോർമലി 2 എണ്ണം ഒരു പെയർ ആയിട്ടാണ് ഉണ്ടാവുന്നതെങ്കിലും ഇതിൽ ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. അതിൽ ആ പാരസൈറ്റ് ഇരുന്ന ഭാഗത്ത് ഒരു ചെറിയൊരു കുഴി പോലെയുള്ള ഭാഗം രൂപപ്പെട്ടിട്ടുണ്ട്. അതായത് ഫിഷിന്റെ ഹെൽത്തിനെ ഇത് ബാധിക്കുന്നുണ്ട് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഇനി ഇതേപോലെ നമ്മൾ ഇത് സാധാരണയായിട്ട് ഒരു മെയിൽ ഒരു ഫീമെയിൽ, ആ രീതിയിലാണ്. ഇപ്പം ഇതൊരു ഫിഷാണ്, മറ്റൊരു ഫിഷാണ്. അപ്പൊ ഇതിൽ നമുക്ക് ഇവിടെ കാണാം ഒരു മെയിൽ ഒരു സൈഡില് അതിന്റെ ഒരു ഭാഗത്ത് മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ കാണാം, നമുക്കൊരു മെയിലിനെ കാണാം. ഇതാണ് മെയില്. നമ്മൾ അതിനെ പുറത്തേക്ക് എടുത്ത് വെക്കുകയാണ്. അപ്പൊ ഇതാണ് അതിന്റെ മെയില് ചെറുതാണ്. അപ്പം ഇതിന്റെ മറുഭാഗം നോക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ തിരിച്ചു വെച്ച് നോക്കുമ്പോൾ ഇതേപോലെ മറ്റൊരാൾ ഇവിടെ ഉണ്ട്, സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇതിന്റെ ഫീമെയിൽ. അപ്പൊ ഈ ഫീമെയിലിനെ നമ്മൾ എടുത്ത് പുറത്തേക്ക് വെക്കാം. അപ്പൊ ഇതാണ് ഒരു മെയിൽ ഫീമെയിൽ പെയർ ആയിട്ടാണ് ഇവിടെ കാണുക. അപ്പൊ ഇത് നമുക്ക് സൈസ് വലിപ്പത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. മെയിൽ ഫീമെയിൽ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഈ ഒരു സ്റ്റേജ്, ഇത് സത്യത്തിൽ ഇത് മെയിലിനും ഫീമെയിലിനും ഇടയിലുള്ള ഒരു സ്റ്റേജാണിത്. അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് അതെങ്ങനെ മനസ്സിലാക്കാന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൽ കാണാം, ഇത് വലിപ്പത്തിൽ വ്യത്യാസം വന്നു. അതായത് ഇത് നോർമലി ഇതിന്റെ 2 ലാർവകൾ
ഒരു മത്സ്യത്തിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതിന്റെ ഇടവും വലവും ചിക്കിളപ്പൂക്കളിൽ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നീട് ഇതിന്റെ പടം പൊഴിക്കുന്ന പരിപാടി മോൾട്ടിംഗ് എന്ന് പറയും. ആ മോൾട്ടിംഗ് ഫ്രീക്വന്റ്ലി നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഇത് ഒരു കെമിക്കൽ സിഗ്നലിങ്ങിലൂടെയാണ് രണ്ട് സൈഡിലും അപ്പുറം ഇപ്പുറം ഇരിക്കുന്ന ആള് ഒരാള് ഞാൻ ഒരു മെയിൽ ഇപ്പുറം ഉണ്ട് ഒരാൾ അപ്പുറം ഉണ്ട് എന്നുള്ള രീതിയിൽ വരിക. പിന്നീട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇതില് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു മെയിൽ ഓട്ടോമാറ്റിക്കലി ഫീമെയിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ മാറുന്ന ഒരു സ്റ്റേജ് ആണിത്. അപ്പൊ ഇത് ഈ മെയിൽ ഇത് രണ്ടും മെയിലായിരുന്നു. അപ്പൊ ഇത് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പൊ ഇത് ഫീമെയിൽ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജാണ്. ഇത് പൂർണ്ണമായിട്ട് ഫീമെയിൽ ആയിട്ടില്ല. അപ്പൊ ഇതിന്റെ വെൻട്രൽ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഒരു ഫീമെയിലിലേക്ക് പോകുന്ന ആ ഒരു എഗ്ഗൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജാണ്. അപ്പം ഇത് ഒരു പെയറായിട്ട് ഇവിടെ കാണാം. ഇനി മറ്റൊരു അനിമലിനെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇത് ഇവിടെ നമുക്ക് ഇതേപോലെ വലിയൊരു ഡീപ്പായിട്ടുള്ള ഒരു കുഴി ഇവിടെ കാണാം. മത്സ്യം അറ്റാച്ച് ചെയ്ത ഭാഗത്ത് മെയിൽ ഉള്ള ഭാഗത്ത് വളരെ ചെറുതാണ്, ഫീമെയിൽ ഉള്ള ഭാഗത്താണ് വലിയൊരു കുഴി നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇനി നമുക്ക് അടുത്ത ഒരു മത്സ്യം എടുത്തു കഴിഞ്ഞാൽ ഇതിലും ഇതേ രീതിയിൽ നമുക്ക് ഇവിടെ ഒരു പാരസൈറ്റിനെ കാണാം. ഇവിടെ ഒരു ഫീമെയിൽ, ഇതൊരു മെയിലാണ്. ഇവിടെ ഒരു മെയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനെ നമ്മളെടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചു. നേരെ ഫിഷിനെ മറച്ചിട്ട് കഴിഞ്ഞാൽ അതിന്റെ മറു സൈഡിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഏതാണ്ട് ഫിഷിന്റെ ആ ഒരു ഭാഗത്തെ അതേ കളറാണ് ഈ പാരസൈറ്റിന്റെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. അപ്പം ഇവിടെ ഒരു ഫീമെയിലും നമുക്ക് കാണാം. അപ്പം ഇതും ഫീമെയിൽ പൂർണ്ണമായിട്ടും ഫീമെയിൽ ആയിട്ടില്ല, മെയിൽ ഫീമെയിൽ ആയി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അപ്പം അടുത്തൊരു പെയർ. അപ്പൊ ആ ഒരു സൈസ് ഡിഫറൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇനി മറ്റൊരു ഫിഷ് നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ഫിഷ് നമുക്ക് നോക്കാം. നോർമലി ഒരു മെയിൽ ഒരു ഫീമെയിൽ എന്നുള്ള കണ്ടീഷൻ, അതായത് രണ്ട് ലാർവെ വെള്ളത്തിലുള്ള രണ്ട് ലാർവെ ഒരു മത്സ്യത്തിന്റെ ശരീരത്തിൽ പ്രവേശിക്കുകയും പിന്നീട് ആ ലാർവെ മോൾട്ടായി മെയിലാവുകയും ആ മെയില് പിന്നീട് ഫീമെയിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുക. അപ്പൊ രണ്ട് മെയില് ഒരു അപ്പുറം ഇപ്പുറവും രണ്ട് സൈഡിൽ ഉണ്ടാവും. അതിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള മെയില് ഫീമെയിൽ ആയി മാറുകയാണ് ചെയ്യുക. അപ്പൊ ആ ഒരു സ്റ്റേജാണ് നമ്മൾ ഇവിടെ കണ്ടത്. അപ്പൊ ഇത് രണ്ടും ഒരേ പ്രായമുള്ള അനിമൽ ആയിരുന്നു. പക്ഷെ ഒരു സൈഡിലുള്ളത് മെയിലായിട്ട് തന്നെ നിലനിൽക്കുകയാണ്, മറ്റേ സൈഡിലുള്ളത് ഫീമെയിൽ ആയിട്ട് മാറുകയാണ്. അപ്പം ഈ ഒരു അനിമലിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇതില് നമുക്ക് തികച്ചും വ്യത്യസ്തമായിട്ട് ഇതൊരു മെയിലാണ്. അതേ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു മെയിലിനെയും കിട്ടി. ഇപ്പൊ രണ്ട് മെയില് ഒരേ സൈഡിൽ തന്നെ രണ്ട് മെയിൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് മെയില് ഒരേ സൈഡിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ടായി നമുക്ക് ഇവിടെ കാണാം. ഇത് മെയിലാണ്, ഇതും ഒരു മെയിലാണ്. നോർമലി അപ്പുറം അപ്പുറം ഗില്ലിലാണ്. ഇനി നമുക്ക് മറ്റേ സൈഡിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. അപ്പം നമ്മൾ മറു സൈഡിലേക്ക് നോക്കുകയാണ്. അപ്പൊ ഈ മറു സൈഡിൽ നോക്കുമ്പോൾ അവിടെയും ഒരു വലിയൊരു ഫീമെയിൽ ഉണ്ട്. ഇതൊരു ഫീമെയിലാണ്. കൂടാതെ അവിടെ ഒരു ചെറിയ മെയിൽ. അപ്പം ഇത് നോർമലി ഇങ്ങനെ ഉണ്ടാവാറില്ല. നോർമലി ഒരു മെയിലും ഒരു ഫീമെയിലുമാണ് നോർമലി ഉണ്ടാവുക. പക്ഷെ ഈ ഒരു ഫിഷിന്റെ ശരീരത്തിൽ രണ്ട് മെയിലും രണ്ട് ഫീമെയിലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം ടോട്ടലി ഇതിന്റെ അകത്ത് നമുക്ക് 4 പാരസൈറ്റ് ആണ് കിട്ടിയത്. നോർമലി 2 എണ്ണേ കിട്ടാറുള്ളൂ, ഒരു മെയിലും ഒരു ഫീമെയിലും. അപ്പം ഈ ഫീമെയിലും ഇതേപോലെ തന്നെ മെയില് ഫീമെയിൽ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്റ്റേജാണിത്. അപ്പം ഇതിന്റെ സൈസ് വെച്ച് ഇപ്പൊ ഈ 4 എണ്ണമാണ് നമുക്ക് ഈ രണ്ട് ഫിഷിൽ നിന്ന് കിട്ടിയത്. അപ്പം നമുക്ക് ഇത് രണ്ടും ഒരു പെയറായിട്ടും ഇത് രണ്ടും ഒരു പെയറായിട്ടാണ് നമുക്ക് കിട്ടിയത്. സത്യത്തില് ഈ ഒരു കേസിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഈ വലിയ മെയിലും ഇത് രണ്ടും ഒരേ പ്രായമുള്ളതും ഒരേ സമയത്ത് പെയറായി നിന്ന അനിമൽ ആയിരുന്നു. രണ്ടാമത് ആക്സിഡന്റലി അറിയാതെ മറ്റ് ഒരു ജോഡി കൂടെ അതിലേക്ക് വന്ന് അറ്റാച്ച് ചെയ്തതാണ്. അപ്പം നോർമലി എന്താണ്, ഓരോ ബാച്ചിൽ വരുമ്പോഴും ഒരു സൈഡിൽ ഒരു മെയിലും മറ്റേ സൈഡിലേക്ക് മറ്റൊരു മെയിലുമാണ് അറ്റാച്ച് ചെയ്യുക. അപ്പൊ അങ്ങനെ ഓൾറെഡി ഒരാൾ അവിടെ ഇരിക്കുന്നത് അറിയാതെ ഇവര് രണ്ടാമതൊരു 2 പാരസൈറ്റും കൂടെ അവിടെ വന്നതാണ്. അപ്പൊ ഇവർ രണ്ടുമാണ് ഒരു പെയർ, ഇവർ രണ്ടുമാണ് മറ്റൊരു പെയർ. അപ്പം ഫസ്റ്റിൽ നമ്മൾ കാണുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക, 2 മെയിൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. അത് പിന്നീട് ഇതേപോലെ ഗ്രോ ചെയ്ത് ഇപ്പൊ ഈ ഒരു സ്റ്റേജിൽ എത്തിയത്. ഇത് രണ്ടും ഒരേപോലെയുള്ള ഒരേ പ്രായമുള്ള അനിമലാണ്. പക്ഷെ ഇത് മെയിലായിട്ട് തന്നെ നിലനിൽക്കുന്ന രീതിയിലേക്ക് ഒരു മെക്കാനിസം വന്നു. അതേസമയം ഇത് ഫീമെയിൽ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഫീമെയിൽ ആയിട്ട് മാറുന്ന ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്.
അപ്പോൾ ഇത് അടുത്ത ബാച്ച്. ഈ ബാച്ച് ഇപ്പം നോർമലി ഇങ്ങനെ ഉണ്ടാവാറില്ല. ഒരു ഫിഷിൽ 2 പാരസൈറ്റ് ഉണ്ടാവാറുള്ളൂ. ഈ ഒരു കേസിൽ ഈ ഒരു ഫിഷിൽ നിന്ന് നമുക്ക് 4 പാരസൈറ്റിനെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിലും നമ്മുടെ ആസ് യൂഷ്വൽ നോർമൽ പോലെ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ കിട്ടിയതിനൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ്. ഇപ്പം ഇത് 2, ഇത് 2, ഇത് 2. ഇപ്പം മറ്റൊരു ഫിഷിൽ ഇതേപോലെ നമുക്ക് അടുത്തതിനെ ഒന്ന് നോക്കാം. ഇവിടെയും ഇതേപോലെ ഒരു സൈഡിൽ ഒരു ഫീമെയിൽ ഉണ്ട്. അതും ഫീമെയിലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന സ്റ്റേജാണ്. ഇതിന്റെ മറു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും ഒരു മെയിൽ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മറ്റൊരു പേരാണ്. അപ്പൊ ഇതൊന്നും ഫീമെയിൽ ആയിട്ടില്ല. കാരണം ഈ മത്സ്യത്തിന്റെ വലിപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, മത്സ്യത്തിന്റെ പ്രായം ചെറിയൊരു മത്സ്യമാണ്, അധികം വലിപ്പം വെച്ചിട്ടില്ല. ഇത് കുറച്ചുകൂടെ പ്രായമാവും. അപ്പൊ ഇത് നോർമലി ഒരു സീസൺ വൈസ് ആണ് ഇതിന്റെ ഇൻഫെസ്റ്റേഷനും അതുപോലെ ഗ്രോത്തും ഒക്കെ നടക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ ഈ ഒരു ബാച്ചിൽ നമുക്ക് കിട്ടിയ ഈ എല്ലാ മത്സ്യത്തിലും ഏതാണ്ട് ഒരേ സ്റ്റേജിലുള്ള ജീവികളെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പം ഫീമെയിലിലേക്ക് ട്രാൻസ്ഫർ ആകുന്ന ഒരു സ്റ്റേജാണ്. അപ്പൊ ഈ മറ്റൊരു മത്സ്യം എടുത്തു. ഇതിൽ നമുക്കൊരു ഫീമെയിൽ ഇവിടെ ഉണ്ട്. ഇതും ഇതേപോലെ തന്നെ ഫീമെയിലിലേക്ക് ട്രാൻസ്ഫർ ആവുന്ന ഒരു സ്റ്റേജാണ്. ഇവിടെ ഒരു ആനിമൽ മാത്രമാണ് ഉണ്ടായത്. ഇവിടെ നോർമലി 2 എണ്ണം ഉണ്ടാവുമെങ്കിലും ഇവിടെ 1 എണ്ണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ചില കേസിൽ 1 എണ്ണം മാത്രമാണെങ്കിൽ ആ 1 എണ്ണം ഫീമെയിലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു സൈഡിൽ മാത്രമേ ഇല്ലെങ്കിൽ അത് ഫീമെയിലായിട്ട് മാറും. ഓട്ടോമാറ്റിക്കലി അത് പ്രതീക്ഷിക്കുന്നത് മറ്റൊരു ഇതേപോലെയുള്ള ലാർവ വന്ന് അറ്റാച്ച് ചെയ്ത് അതൊരു ഫീമെയിൽ ആകും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ, അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അത് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു സ്റ്റേജാണ് ഈ കാണുന്നത്. 1 എണ്ണം മാത്രമേ ഉള്ളൂ. ആ 1 എണ്ണം മാത്രമാണെങ്കിൽ അത് മെയിലായിട്ടല്ല, അത് ഫീമെയിലായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ്ട് 10 എണ്ണത്തില് 11 എണ്ണത്തില് 6 എണ്ണത്തിൽ നമുക്ക് പാരസൈറ്റിനെ കിട്ടി. അപ്പോൾ അത്രയും പ്രിവലന്റ് ആയിട്ടുള്ള ഒരു പാരസൈറ്റാണിത്. അപ്പോൾ ഇതിന്റെ ഈ പാരസൈറ്റിന്റെ ജനുസ് എന്ന് പറയുന്നത് മോത്തോസിയ എന്ന് പറയുന്ന ജനുസ് ആണ്. മോത്തോസിയ പർവോസ്റ്റസ് എന്നാണ് ഇതിന്റെ പേര്. ഇത് 1986 ജപ്പാനിൽ വെച്ചിട്ട് തന്നെയാണ് ഇതിനെ ആദ്യമായിട്ട് ശാസ്ത്രലോകത്തിന് പരിചയപ്പെടുത്തിയത്. അപ്പോൾ അതാണ് ഇതിന്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും ചിലപ്പോൾ ഇതിൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇതിന്റെ കൂടെ തന്നെ ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി ഇതേപോലെയുള്ള മത്സ്യപരാധങ്ങളെ നിങ്ങൾ മീനൊക്കെ മുറിക്കുമ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ കൃത്യമായും നിങ്ങളത് എടുത്ത് വെക്കുക. നിങ്ങൾക്ക് അത് എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്കത് ഫോട്ടോസൊക്കെ എടുത്ത് നിങ്ങൾക്കത് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പിന്നീട് ഫർദറായിട്ട് പഠിക്കാനൊക്കെ പറ്റുന്നതാണ്.